എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയ ആൾക്കാരെയൊന്നുമല്ല പരിചയപ്പെടുത്തുന്നത്, പഴയ ആൾക്കാരെ തന്നെയാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചിലുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളുടെ ഒരു പുതിയ ബാച്ച് ഓപ്പൺ ആയിട്ട് ഇരിക്കുവാണ്, 11th ബാച്ച്. ആ ബാച്ചിൽ എൻക്വയറി വരുന്ന കാൻഡിഡേറ്റ്സിന്റെ ഏറ്റവും വലിയൊരു എൻക്വയറിയാണ് ഫാമിലിനെ കൊണ്ടുവരാറുള്ളത്. അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് വീഡിയോ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചിലുള്ള നിസിയാണ്, നിസിയുടെ ഫാമിലിയാണ്. അപ്പം അവരെ നമുക്ക് പരിചയപ്പെടാം. എത്ര നാളെടുത്തു എന്നൊക്കെ അവരോട് തന്നെ ചോദിക്കാം. നിസി, എന്നോട് വിശേഷങ്ങളൊക്കെ? ജോലി നന്നായിട്ട് പോകുന്നു? എവിടെ ഇപ്പൊ ജോലി ചെയ്യുന്നത്? ആണോ? എത്ര നാളായി ഇവിടെ ഇറ്റലിയിലായിട്ട്? 2 വർഷം 6 മാസമായി. 2 വർഷമായി നമ്മളുടെ കാൻഡിഡേറ്റ്സ് ഇവിടെ ആയിട്ട്. അപ്പം 2 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഫാമിലിനെ ഇവിടെ എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, അവിടെ എങ്ങനെയാണ്? ഒത്തിരി താമസം ഉണ്ടോ ഫാമിലി? ഞങ്ങള് കറക്റ്റ് 3 മാസം കൊണ്ട് ഉള്ളവസ്ഥ വന്നു. ചേട്ടൻ എത്ര ദിവസമായി ഇവിടെ എത്തിയിട്ട് ഇറ്റലിയില്? 2 ആഴ്ച. മോന് ഇതിലേക്ക് ഇഷ്ടപ്പെട്ടോ? നാട്ടില് ഏത് ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. ഇവിടെ അഡ്മിഷൻ ഒക്കെ എടുത്തോ? അവിടെ ഇന്നലെ ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു, എടുത്തിട്ടുണ്ട്. സെപ്റ്റംബറിലേക്ക് കയറാം. ആണോ? അപ്പൊ ഈ ഫാമിലി വിസയുടെ കാര്യങ്ങളിൽ ഒരു ഡൗട്ട് ചോദിക്കുന്നവരോട് നമുക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഞാനിപ്പോ ഇവിടെ വന്നിട്ടിപ്പോ വീടെടുത്തിട്ട് 1 വർഷമാകുന്നു. കറക്റ്റ് 1 വർഷമായി. അത് കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ നമ്മൾ തന്നെ ഉള്ളവസ്ഥയ്ക്ക് വിളിച്ചു. കറക്റ്റ് 3 മാസത്തിൽ നമുക്ക് എല്ലാം ഓക്കെ ആയി. പിന്നെ നാട്ടിൽ നിന്ന് നമുക്ക് ഓരോ ഏരിയയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ലവേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ മിലാനിലൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്, അതനുസരിച്ച് കുറച്ച് കാലാവസ്ഥ വരും. ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടു, ചിലവർക്കും ടൈം എടുക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റ് 3 മാസത്തിനുള്ള അവസ്ഥ. ആണോ? ഇവരോട് നമുക്ക് ചോദിക്കാം, പരീക്ഷയൊക്കെ പാസ്സായെന്ന് ചോദിക്കണ്ടേ? അതൊരു ഇമ്പോർട്ടന്റ് കാര്യമല്ലേ? ഇപ്പം വിളിക്കുന്നവരുടെ 2 മെയിൻ ഡൗട്ടുകളാണ്. ഇപ്പൊ കാരണം നിങ്ങൾ വന്ന ടൈമിൽ ചെയ്തേക്കുന്ന അതേ പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത്. കാരണം ഏകദേശം 2022 മുതൽ ആ ഒരു പ്രൊസീജിയറാണ് പോകുന്നത്. അപ്പൊ നിലവിൽ നമുക്ക് പരീക്ഷ എഴുതണ്ട, പിന്നീട് ഇവിടെ വന്ന് രജിസ്ട്രേഷൻ എടുക്കണം. അപ്പം അവരുടെ ഒരു പ്രധാന വേറൊരു ഡൗട്ടാണ് പരീക്ഷ എങ്ങനെയുണ്ട്, എളുപ്പമാണോ എന്നുള്ളത്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പൊ ഞാൻ വന്നിട്ട് ഇപ്പോ 2 വർഷം ഇത്ര നാളായിട്ട് ഞങ്ങൾ ഏജൻസി നാട്ടിൽ തന്നെയായിരുന്നു. അതിന് പിന്നെ എക്സാം എഴുതി കഴിഞ്ഞു. എക്സാം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലാംഗ്വേജിന്റെ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ വന്നവർക്ക് ഇപ്പൊ ഇവര് വന്നത് എല്ലാവർക്കും ഓക്കെയാണ്. ലാംഗ്വേജ് മാത്രം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. പഠിക്കാൻ ഒക്കെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ? മോനോ പഠിക്കുന്നുണ്ടോ? യൂട്യൂബാണോ ശരണം? തുടക്കത്തിൽ ഒരു ശകലം നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പുതിയ ലാംഗ്വേജിന്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയൊരു ജന്മം പോലെ വലിയ പാടൊന്നും അല്ലല്ലോ. ഇറ്റലി പാടായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? കുഴപ്പമില്ല. നാട്ടിൽ നിന്ന് പെട്ടെന്ന് പോകുന്ന ഫ്രണ്ട്സിനെ ഒക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ചേരും പാട്ട് പുതിയ ഫ്രണ്ട്സിനെ പഴയ ഫ്രണ്ട്സൊക്കെ ആണോ? അപ്പം ഇവരുടെ സെറ്റ് ആയതാണ് എന്താ പറയാ, ഇവരുടെ ഈ ഒരു ടോപ്പിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയിപ്പോ എന്തെങ്കിലും അവരോട് ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല സ്ഥലം, നഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല. അന്തരീക്ഷം റോമൊക്കെ കൊണ്ട് കാണിക്കുന്ന പുതിയ ബോബിനെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. നാട്ടിൽ നിന്ന് വരുന്നവരുടെ നമ്മള് ക്രിസ്ത്യൻസ് എന്നല്ല, എല്ലാവർക്കും റോം എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു ഫീൽ അല്ലേ റോമിന്റെ. ഇപ്പൊ പുതിയ ബോബിനെ തെരഞ്ഞെടുത്തു, അപ്പൊ അതൊക്കെ ഒന്ന് കാണണമെന്നൊക്കെ ഒരു വളരെ എല്ലാവർക്കും ആഗ്രഹം തോന്നുന്നു. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് പറയുന്നു ഒരു ഹാപ്പിയാണ്, ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റി. അപ്പം നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അവരോട് തന്നെ ചില റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പം അന്ന് നമുക്ക് കാര്യം പറയുകയാണെങ്കിൽ 3 മാസം നമുക്ക് കറക്റ്റ് വന്നു. നാട്ടിൽ നമുക്ക് 15 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വിസയും ഇവര് ബെർഗാമോ ആയിട്ട് കുറച്ച് ഈസി ആയിരുന്നു പ്രൊസീജിയർ. നാട്ടിലും കറക്റ്റ് 15 ഡേയ്സിൽ നമുക്ക് ഇവരുടെ വിസ വന്നു. നമുക്ക് അതും ഹെൽപ്പ് ചെയ്ത് നമ്മുടെ സവാനക്കാർ തന്നെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഇവരുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ അടുത്ത ഫാമിലിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ. താങ്ക് യു.